ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നവരുടെ ഒരു ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ഹോളി ലാൻഡ്. ഹോളി ലാൻഡിന് ഒത്തിരി പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പോൾ മൈക്കിൻ്റെ കാര്യത്തിൽ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2S ഒക്കെ നല്ല വിൽക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഹോളി ലാൻഡിൻ്റെ തന്നെ പൈറോ എന്നൊരു സീരീസാണ് എൻ്റെ കയ്യിലുള്ളത്. പൈറോയുടെ H ആണുള്ളത്. പൈറോയുടെ എസും അവൈലബിൾ ആണ്. അപ്പോൾ പൈറോ HDMI മാത്രം ഔട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡലാണെങ്കിൽ പൈറോ എസ് നമുക്ക് SDA ഔട്ടും കൂടെ കിട്ടുന്നൊരു മോഡലാണ്. അപ്പോൾ ഏകദേശം 30,000 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. എസിന് ഏകദേശം 40,000 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 400 മീറ്റർ വരെ റേഞ്ചിൽ നമുക്കിതിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ട്രാൻസ്മിറ്റർ റിസീവറും കൂടെ വരുന്നൊരു പാക്കാണ്. പക്ഷേ ഇതിനെ തന്നെ നമുക്ക് 2 ട്രാൻസ്മിറ്ററിനെ കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നമുക്കിതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 മീറ്ററായിട്ട് കുറയും. 4 ഡിവൈസ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 മീറ്ററായിട്ട് കുറയും. 2 ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ 400 മീറ്റർ റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ലൈവ് സ്ട്രീമിങ്ങിന് ലക്ഷക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ്സ് വേണമായിരുന്നു നമുക്കൊരു ലൈവ് സ്ട്രീമിങ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഈ ഹോളി ലാൻഡിൻ്റെ പൈറോ സീരീസിലെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിലും ഈ H ആയാലും മതി, നമുക്ക് നേരിട്ട് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ഔട്ട് നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് മോണിറ്ററിൽ കൊടുത്ത് കാണാനും പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഔട്ട് നമുക്ക് Type C ഉപയോഗിച്ചിട്ട് ലാപ്ടോപ്പിൽ, നല്ലൊരു ലാപ്ടോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്യാമറയുടെ മുകളിൽ ട്രാൻസ്മിറ്റർ ഘടിപ്പിക്കുക. അതോടൊപ്പം നമുക്ക് റിസീവറിൽ നേരിട്ട് ഔട്ട് എടുത്ത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. 2 പവർ മെത്തേഡാണ് ഇതിനകത്തുള്ളത്. ഒന്നുകിൽ നമുക്കൊരു പവർ ബാങ്ക് വെച്ചിട്ട് Type C കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സോണിയുടെ ക്യാമറകളിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന 970 സീരീസിലുള്ള ബാറ്ററി ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു സ്വിച്ചിങ് മോഡലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ SDയുടെ ഒരു സ്വിച്ചറും കൂടെ ഇതിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നാലും H ആണെങ്കിൽ 86,000 രൂപയും S ആണെങ്കിൽ 96,000 രൂപയും മാത്രമാണ് നമുക്ക് വില വരുന്നത്. അപ്പോൾ ഈ ഡിവൈസ് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ, S ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SDI ഔട്ട് കൂടെ കിട്ടും. SDI ഇൻപുട്ടും SDI ഔട്ട്പുട്ടും കൂടെ അതിനകത്ത് കിട്ടുന്നൊരു ഓപ്ഷൻ കൂടെയുണ്ട്. അപ്പോൾ 86,000 മുതൽ 96,000 വരെ റേഞ്ചിൽ നമുക്ക് സ്വിച്ചിങ് ഡിവൈസ് ഉൾപ്പെടെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ഇനിയും നമ്മളിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.